ഹായ്, ഇന്ന് നമ്മുടെ ചേട്ടായിയേ ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാണ്. എത്ര ദിവസമായി നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട്? ഇത് മൂന്നാമത്തെ ക്ലാസ് ആണ്. എത്ര ദിവസമായി മൂന്നാമത്തെ ക്ലാസ് ഇപ്പൊ ആയപ്പോ? ഒരാഴ്ചക്കായോ? ഒരാഴ്ചയായി. ഒരാഴ്ച കൊണ്ടാണ് 19ഉം 20ഉം വന്നു. പിന്നെ ഇന്ന് 23 2 ദിവസം ഗ്യാപ്പ് ഇന്ന് വന്നു. അപ്പൊ നമ്മൾ ഒരാഴ്ച കൊണ്ട് ഇപ്പൊ 3 ക്ലാസ് ഇപ്പൊ ആയിട്ടുള്ളൂ. ഓക്കെ, എത്ര വയസ്സായി? 58 വയസ്സായി. അപ്പൊ ഞമ്മക്ക് വണ്ടിയിൽ കയറിയിരിക്കുമ്പോ എന്തൊക്കെ ചെയ്യാണ്ടെന്നുള്ള കാര്യം ഒന്ന് ചേട്ടന് നമ്മുടെ പിള്ളേരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ആദ്യം തൊട്ടിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് തൊട്ടിട്ട് ചേട്ടന് മനസ്സിലാക്കി വെച്ച കാര്യം ചേട്ടനൊന്ന് പറഞ്ഞു നോക്കാം, നമുക്ക് ഓർക്കുണ്ടോന്ന് അറിയാലോ. കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. മനസ്സിലാവണ കാര്യം മതി. മനസ്സിലായെടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ ഞാൻ ഈ സീറ്റ് വീട്ട് അങ്ങ് ഊരിട്ടോ. ആദ്യമേ നമ്മള് പിന്നെ വണ്ടിയിൽ കയറിയിരിക്കുക. എന്നിട്ട് നമ്മൾ ഇരിക്കുന്ന സീറ്റ് റെഡിയാക്കുക. അപ്പൊ സീറ്റ് എങ്ങനെ നമ്മൾ റെഡി ആവുന്ന എങ്ങനെ നമ്മൾ അറിയാം? അതായത് നമുക്ക് ആക്സിലേറ്ററും പിന്നെ ബ്രേക്കും ക്ലച്ചും കാലും കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പാകത്തിലാവണം എന്നുള്ള കാര്യത്തിൽ ഒന്ന് നോക്കിയേ. നമ്മുടെ പിള്ളേരൊന്ന് കാണിച്ചു കൊടുത്ത ചേട്ടൻ എങ്ങനെയാ ചവിട്ടണേന്ന്. ആക്സിലേറ്റർ ബ്രേക്ക്. അപ്പൊ എങ്ങനെയാ കാലം എങ്ങനെ എടുത്തു വെച്ചിട്ടാണോ ചവിട്ടേണ്ടത്, അല്ലെങ്കിൽ നേരെ കുത്തി വെച്ചിട്ട് ഇങ്ങനെ? നമ്മള് ഉപ്പേറ്റയിൽ ബാലൻസ് പിടിച്ചിട്ട് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ. അല്ലാതെ അവിടെ നിന്ന് എടുത്ത് സെപ്പറേറ്റ് ആയിട്ട് ചവിട്ടാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ ചവിട്ടാൻ പറ്റുണ്ടോ നോക്കാം. ഓക്കെ, അത് റെഡിയാണ്. ഇങ്ങനെ റെഡിയാണ്. ഓക്കെ, പിന്നെ ക്ലച്ച്. പിന്നെ നമ്മൾ ക്ലച്ച് ഫുള്ള് ചവിട്ടി നോക്കി. ക്ലച്ച് നമ്മൾ ചവിട്ടി നോക്കി. അപ്പൊ സീറ്റ് എന്തായി? സീറ്റ് റെഡിയായി. ഇനി നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടണം. സീറ്റ് ബെൽറ്റ് ആണോ മിററാണോ നോക്കണ്ടേ? മിറർ നോക്കണം. ഓക്കെ, മിറർ നോക്കിയിട്ട് മിറർ റെഡി ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അത് തിരിഞ്ഞോ വളഞ്ഞോ ഇരിക്കണമെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡത്തെ മിററൊന്നും റെഡിയാക്കാൻ എന്താവൂല, കൈ എത്തൂല. അപ്പൊ നമ്മള് സീറ്റ് റെഡി ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? സീറ്റ് റെഡി ആയി കഴിഞ്ഞാൽ മിറർ ശരിയാക്കുക. പിന്നെ ശരിയായി കഴിഞ്ഞിട്ട് സീറ്റ് ബെൽറ്റ് ഇടുക. ഓക്കെ, സീറ്റ് ബെൽറ്റ് ഇട്ടു. സീറ്റ് ബെൽറ്റ് ഇട്ടു. ഞങ്ങളുടെ പഴയ വണ്ടി കേട്ടോ. അപ്പൊ ഈ സീറ്റ് ബെൽറ്റ് എന്താ ഇങ്ങനെയെന്ന് വിചാരിക്കണ്ട. ഞങ്ങളുടെ വണ്ടിക്ക് ശരിക്കും പറഞ്ഞാൽ കമ്പനി വരുമ്പോൾ ഈ 1988 മോഡലിൽ നമുക്ക് എന്തില്ല, സീറ്റ് ബെൽറ്റ് ഇല്ല. ഇതിനെ രണ്ടാമത് വെച്ചതാണ്. പിന്നെ എന്നും സ്ഥിരം പരിപാടി ആയതുകൊണ്ട് ഇതെന്താണ് ശകലം ലൂസാട്ടോ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത സെക്ഷൻ എന്താ? ആലോചിച്ച് നോക്ക്. അടുത്ത സെക്ഷൻ ക്ലച്ച് ചവിട്ടുക. പിന്നെ വണ്ടി ഗിയർ പറ ന്യൂട്രലിലാക്കുക. ഓക്കെ, അപ്പൊ ഒന്ന് ഗിയർ ന്യൂട്രലാണെന്ന് നോക്കിയേ. ബലം പിടിക്കാനുണ്ടോ? ഇല്ല, എങ്ങോട്ടും പിടിക്കാല്ല. ഇപ്പൊ നമുക്ക് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളാതെ നമ്മൾ എന്ത് ചെയ്യാം, മുന്നോട്ടും താഴോട്ടും സ്റ്റെപ്പ് ഇട്ട് നോക്ക്. താഴോട്ടൊന്ന് വലിച്ചു നോക്കിയേ. ഓക്കെ, ഇപ്പൊ റെഡി. ഇനി ഒന്ന് താഴോട്ട് വലിച്ചു നോക്കിയേ. വരുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇത് എവിടെയാ ന്യൂട്രൽ? സെൻട്രൽ. യെസ്, ഇപ്പൊ ന്യൂട്രൽ ആയില്ലേ? അപ്പൊ നമുക്ക് ചുമ്മാ ഇങ്ങനെ ഇളക്കി നോക്കണോ? വേണ്ട. അപ്പൊ ഇനി അടുത്ത സെക്ഷൻ എന്താ ആലോചിച്ച് നോക്ക്. അപ്പൊ വണ്ടി ന്യൂട്രായി, സീറ്റ് റെഡിയാക്കി, മിറർ നോക്കി. അടുത്ത സെക്ഷൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം മതി. അപ്പൊ ഞാൻ ഈ വീഡിയോസ് ഒക്കെ എടുക്കണ പഠിച്ചു വരുന്നവർക്കും ഇതേപോലെ നിൽക്കണ ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവർക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, അറിയണവർക്കല്ല, അറിയാതെ പഠിച്ചു വരുന്ന തുടക്കക്കാർക്കായിട്ട് വേണ്ടിയിട്ട് നമ്മൾ ആ മക്കളെ കൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്ന് ചെയ്യിക്കുകയാണ്. ഇപ്പൊ ചേട്ടൻ ഒരാഴ്ച ക്ലാസ് ആയി. ആ ഒരാഴ്ചയിൽ 1-2 ദിവസമൊക്കെ എടുക്കാതെ ആകെ 3 ക്ലാസ് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇന്നലെ ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ ഇനി നമ്മുടെ വണ്ടി നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗിയർ ഇനി എങ്ങോട്ട് വരണം? ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഗിയർ എവിടെയാ? ഓക്കെ, ഇനി നമുക്ക് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ റൈറ്റിലോട്ട് എന്ത് ചെയ്യണം? ഇൻഡിക്കേറ്റർ ഇടണം. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അത് ഉൾക്കൊള്ളിക്കാം. എപ്പൊ നമ്മൾ എടുക്കുമ്പോൾ ഈ സാധനം റൈറ്റിലോട്ട് ഇൻഡിക്കേറ്റർ ഇടും. കണ്ടോ, കത്തണുണ്ടോ? അപ്പൊ റൈറ്റിൽ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴേ ബേക്കിൽ നിന്ന് വരുന്നവൻ എന്താവുള്ളൂ, ഇത് എന്തിനാ ഇൻഡിക്കേറ്റർ ഇട്ടേ? ഓക്കെ, ഒന്നെങ്കിൽ തിരിയാനായിരിക്കും, അല്ലെങ്കിൽ മുന്നോട്ട് എടുക്കാനെന്നുള്ള ഒരു ഇത് അവർക്ക് വരും. ഓക്കെ, പക്ഷെ ഇപ്പൊ നമ്മൾ ഇനി ഒന്നും ചെയ്യരുത്. കാല് ബ്രേക്കിൽ വെച്ചിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം? നമ്മുടെ ഹാൻഡ് ബ്രേക്ക് നമ്മൾ വലിച്ചു വെച്ചിട്ടുണ്ട്. ആ ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കണം. ഓക്കെ, നമ്മുടെ വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹാൻഡ് ബ്രേക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഒഴിവാക്കിക്കേ. ഓക്കെ, അപ്പൊ നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഒഴിവാക്കി. ഇപ്പൊ ആരും നമ്മളെ പിടിച്ചു വെച്ചിട്ടില്ല. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടു. ഇനി നമ്മുടെ വണ്ടി മുന്നോട്ടോ ബാക്കോട്ടോ പോകണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇനി എവിടുന്ന നമ്മൾ കാലൊന്ന് ആദ്യം എടുത്തു നോക്കണ്ടേ? ഓക്കെ, അപ്പൊ ബ്രേക്കിൽ നിന്ന് മെല്ലെ ഒന്ന് കാലെടുത്തേ. ഓക്കെ, ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ഈ വണ്ടി എന്തുണ്ട്, ചെറിയൊരു ഇറക്കം ആയതുകൊണ്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക് ചവിട്ടി പിടിക്കണ്ട. ആ മിററിലൂടെ വണ്ടി ഉണ്ടോ നോക്ക്. ജസ്റ്റ് ഇല്ല, മതി. അപ്പൊ നമുക്ക് ഇനി മുന്നോട്ട് റണ്ണ് ചെയ്ത് പോണെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഓക്കെ, അപ്പൊ പറയണ ചിലപ്പോ മാറിപ്പോവും. പ്രായത്തിന്റെ ആണ്, പ്രശ്നമില്ല. അപ്പൊ എവിടുന്ന ഇനി കാലെടുക്കണ്ട? പതിയെ യെസ്, ആക്സിലേറ്റർ അല്ല, ക്ലച്ച് ട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ മെല്ലെ എടുക്കുവാണ്. അപ്പൊ എടുത്ത് ഓടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം. ഓക്കെ, ഇപ്പൊ വണ്ടി ഉരുളാൻ തുടങ്ങി. ഇനി നമുക്ക് ക്ലച്ച് വേണോ? കാല് മാറ്റിക്കോ. മാറ്റി മുന്നോട്ട് കണ്ണു തുറന്ന് നോക്കും. മുന്നോട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ മുഖം മനസ്സിലാവും. ഇനി മെല്ലെ ഇൻഡിക്കേറ്റർ അങ്ങ് ഓഫ് ആയിക്കോ. മതി. ഓക്കെ, പൊക്കോട്ടെ. മെല്ലെ ആക്സിലേറ്റർ പൊക്കോ.
അപ്പോൾ ഇത് പഠിച്ചു വരുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ എടുത്തതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ്. ചേട്ടൻ്റെ 3 ക്ലാസ്സാണ്. ഓക്കെ, പോവാം. അപ്പോൾ ഇനി മുന്നിൽ നോക്കി ഇങ്ങനെ പോവാണ്. അപ്പോൾ നമ്മളിനി മുന്നോട്ട് നോക്കുമ്പോൾ എന്ത് നോക്കിയാൽ പോകണ്ടേ? റോഡിന്റെ എങ്ങോട്ടാ നമ്മൾ നോക്കണ്ടേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഇടതുവശത്തെ ലൈനിലോട്ട് നോക്കുമ്പോൾ ആ ലൈനിൽ നിന്ന് വിട്ടു പോകുന്നുണ്ട്. ഇപ്പൊ കണ്ടോ, അറിയണ്ടോ ചേട്ടൻ? അപ്പൊ വിട്ടു പോണ വണ്ടീനെ വിട്ടു പോകാതെ പിടിക്കേണ്ട ആരാണ്? വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആ സൈഡിൽ നിന്ന് വിടാതെ നമ്മൾ അതിനെ മുറുകെ പിടിക്കണം. അപ്പോൾ ഈ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തിരിക്കേണ്ടേ വളയ്ക്കേണ്ട കാര്യം സ്റ്റോപ്പ് ആവുന്നില്ല. അതിങ്ങനെ റണ്ണായിട്ട് നടക്കണം. നിർത്തിയിട്ടാൽ മാത്രമേ നമുക്ക് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ലൈവായിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്ടാവും, ഓരോ കാര്യങ്ങൾ ചെയ്യാണ്ടാവും. അപ്പോൾ നമ്മൾ മുന്നോട്ട് നോക്കി പോവാണ്. ഇപ്പം നമ്മൾ സെക്കൻഡ് ഗിയറിലാണ് ഉള്ളത്. ആ മോളാണോ പോയേ? ഓക്കെ, നമ്മുടെ ശിഷ്യാട്ടോ ഇപ്പോൾ പോയത്. ഓക്കെ, പൊക്കോട്ടെ. തങ്കമ്മച്ചൊക്കെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എടുക്കുന്നില്ല കേട്ടോ. പെങ്ങളല്ലേ? ഓക്കെ, പൊക്കോട്ടെ. മെല്ലെ പോയാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് പോണേ. ഓക്കെ, പൊക്കോട്ടെ. ഫസ്റ്റ് ഗിയറിൽ പോയിട്ട് ആക്സിലേറ്റർ കൊടുത്തിട്ട് ഒറ്റയെടുക്കൽ എടുക്കണോണ്ടാണ് ഇപ്പോൾ എന്ത് സംഭവിച്ചേ? ആ ഒരു കുത്ത് സംഭവിച്ചേട്ടോ. ആ ഒരു കുത്ത് വന്നില്ലേ? അപ്പോൾ നേക്കിലിങ്ങ് പോയാൽ മതി സമാധാനത്തിൽ. ഇനി നമുക്കിവിടെ നേരെ ആയി കഴിയുമ്പോൾ ഒന്ന് സെക്കൻഡിലിടണം. ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ നമ്മൾ ആലോചിക്കണം നമ്മളിപ്പോൾ ഏത് ഗിയറിലാണ് ഉള്ളതെന്ന്. ബലം ഒന്നും പിടിക്കണം. മുന്നോട്ട് നോക്കിയോ. തിരിയാനുണ്ട്, വണ്ടി തിരിയാനുണ്ട്. ഓക്കെ, മുന്നോട്ട് നോക്കും. ഇനി ആ തെങ്ങ് കിടക്കണം അത്രയും ദൂരം മുന്നോട്ട് നോക്കി. സ്റ്റിയറിംഗ് നേരെയാണോ നോക്കി. വണ്ടി റോഡ് നേരെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ സ്റ്റിയറിങ്ങിന് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് നേരെ പിടിക്കണം. നേരെയായി സ്പീഡായിക്കും, ഇച്ചിരി സ്പീഡായിക്കും മതി. ആക്സിഡൻറ്റ് നിന്ന് കാലെടുത്ത് ക്ലച്ച് ഫുള്ള് ചവിട്ടിക്ക്. ക്ലച്ച് ഫുള്ള് ചവിട്ട് വേഗം. എന്നിട്ട് ന്യൂട്രാക്ക്. സെക്കൻഡ് ന്യൂട്രാക്കിയേ, ഒന്ന് ന്യൂട്രാക്കിയേ. എങ്ങോട്ട് ന്യൂട്ര? ഇപ്പോൾ തേർഡിലെത്തി. സെക്കൻഡ് എന്നിട്ട് എവിടെയാ? ഓക്കെ, കാലെടുത്തോ, മെല്ലെ കാലെടുത്തോ, പേടിക്കണ്ട. ഓക്കെ, പോട്ടെ. മുന്നോട്ട് നോക്കി. അപ്പോൾ ഇപ്പോൾ അവിടെ നമ്മൾ കുറേ ഗണിച്ചു. മറ്റേ അവരിങ്ങനെ നോക്കണ പോലെ കുറേ മുന്നോട്ട് നോക്കുക. തിരിച്ചു, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഫസ്റ്റ് നമ്മൾ ചുമ്മാ ആദ്യം എന്ത് ചെയ്താൽ സിമ്പിളായിട്ട് ന്യൂട്രാക്കിയിട്ട് ലെഫ്റ്റിലോട്ട് ചേർത്ത് അതിന് ചേർത്ത് താഴെട്ടിട്ടാൽ എന്താവുള്ളൂ? സെക്കൻഡ് ആവുള്ളൂ. ചേട്ടൻ അതിൻ്റെ ഇടയ്ക്ക് തേർഡിൽ പോയി, അതിൻ്റെ ഇടയ്ക്ക് ഫോർത്തിൽ പോയി. എന്നിട്ട് എവിടെ വന്നേ? സെക്കൻഡിൽ വന്നേ. എന്നിട്ട് നമുക്ക് ഗിയർ ഇട്ട് വന്നപ്പോൾ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നോ? അപ്പം നമ്മൾ ചെയ്യണ കാര്യം നമുക്ക് ആലോചിച്ചിട്ട് ചെയ്യാനുള്ള സമയമുണ്ടോ? ഉണ്ട്. ഓക്കെ, ടെൻഷൻ അടിക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം.